ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ വേസ്റ്റ് കവറുകളാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഉൾവശം സിൽവർ കളറുള്ള എല്ലാ കവറും നമുക്ക് അതിന് വേണ്ടിയിട്ട് എടുക്കാം. പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് സ്ക്വയർ ഷേപ്പിലുള്ള 3 കാർഡ്ബോർഡ് പീസുകളാണ്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു വേസ്റ്റ് കവർ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 3 സ്ക്വയർ ഷേപ്പുകൾ നമുക്കിതിലേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലത്തെ വേസ്റ്റ് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള കവറിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ കാർഡ്ബോർഡ് പീസ് ഇതുപോലെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള കാർഡ്ബോർഡ് പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അതിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന കാർഡ്ബോർഡ് പീസ് ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 3 എണ്ണത്തിലും നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. പിന്നീട് നമ്മളിവിടെ സാറ്റൻ റിബൺ ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള സാറ്റൻ റിബൺ ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് സാറ്റൻ റിബൺ ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിന്ന് ഇത് വെച്ച് ഒരു വാൾ ഹാങ്ങിങ് ആണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഇതിൻ്റെ 4 ഭാഗങ്ങളിലും നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ സാറ്റൻ റിബൺ നമ്മൾ 3 എണ്ണത്തിലും ഒട്ടിച്ചെടുത്തു. പിന്നീട് നമ്മളിവിടെ വലിയ 3 സ്റ്റോണുകളാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓരോന്നും നമുക്കിതിൻ്റെ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലത്തെ സ്റ്റോൺ നമ്മുടെ കയ്യിൽ ആകെ 4 എണ്ണേ ഉള്ളൂ. നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള 3 എണ്ണത്തിലും ഒട്ടിച്ചെടുക്കാനായിട്ടില്ല. ഇതുപോലെ ഒട്ടിച്ചെടുക്കാനാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മളിത് ഒട്ടിച്ചെടുക്കുന്നില്ല. വീണ്ടും നമ്മൾ വേസ്റ്റ് കവറിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഈ ഒരു അടപ്പ് വെച്ച് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുകയാണ്. അത് വരച്ചെടുത്തതിന് ശേഷം നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ നടുക്കായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിത് കോൺ ഷേപ്പിലാക്കി ഒന്ന് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ഇതുപോലെ നമ്മളത് കോൺ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സെല്ലോ ടാപ്പ് വെച്ചാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെയുള്ള 7 എണ്ണം നമ്മളിവിടെ ചെയ്തെടുത്തു. പിന്നീട് നമ്മൾ തെർമോക്കോൾ ബാൾസാണ് എടുത്തിട്ടുള്ളത്. സൂചിയിൽ നൂലൊക്കെ കോർത്തെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ തെർമോക്കോൾ ബാൾസ് ഒരെണ്ണം കോർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇത് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് 4 തെർമോക്കോൾ ബാൾസ് ഇതിലേക്കൊന്ന് കോർത്ത് കൊടുക്കണം. ഇത് നമുക്ക് നമ്മൾ ചെയ്തെടുക്കുന്ന വാൾ ഹാങ്ങിങ്ങിൻ്റെ താഴെയായിട്ട് വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിതിൽ 4 തെർമോക്കോൾ ബാൾസ് ഇതുപോലെ കോർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതിലെല്ലാം നമ്മൾ ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇത് 3ഉം കൂടെ നമുക്ക് ഈ ഒരു രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം സാറ്റൻ റിബൺ ഇതിൻ്റെ ബാക്കിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതിൽ ഒട്ടിച്ചു കൊടുക്കാനുള്ള സാറ്റൻ റിബൺ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. നമുക്കിത് പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. സാറ്റൻ റിബൺ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇതും കൂടെ നമുക്കിതിൻ്റെ താഴെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കിലായിട്ട് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. വേസ്റ്റ് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. നമ്മളിത് ഓരോന്നും ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ പീസ് നൂലിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് മുഴുവനും നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഇപ്പം നമ്മളത് മുഴുവനും ഇതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ ബാക്കിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ഒരു സാറ്റൻ റിബണിൻ്റെ മുകളിലും പേപ്പർ പീസ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ വെറുതെ കളയുന്ന വേസ്റ്റ് കവർ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള വാൾ ഹാങ്ങിങ് റെഡിയായി. ചെറിയ സ്റ്റോണുകൾ ഇതിൽ മുഴുവനായും ഒട്ടിച്ചു കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാതെ ഇരുന്നത്. വേസ്റ്റ് കവർ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.